ഇപ്പോൾ ഈ ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ കോൺഗ്രസിന് ലേശം ക്ഷീണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ്, അടുത്ത മെയ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ലേശം ക്ഷീണം ചെയ്തിട്ടുണ്ട് എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അവർക്ക് രക്ഷപ്പെടാൻ വരെ വഴി കിടക്കുകയാണെന്നേ. ഇപ്പം അവരുടെ പാർട്ടിയിലെ ഈ പുനഃസംഘടന എന്ന് പറഞ്ഞ് വലിയൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുക. PCC പ്രസിഡന്റുമാരെ കുറെ പേരെ മാറ്റണം, പുതിയ ജനറൽ സെക്രട്ടറിമാർ വേണം, പഴയവരെ നിലനിർത്തണോ, എല്ലാവരെയും പുതുതായിട്ട് കൊണ്ടുവരണോ, പകുതി പേരെ നിലനിർത്തണോ, ഈ വക തർക്കങ്ങൾ ഇപ്പം ഈ പാർട്ടി നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിന് ശേഷം ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇല്ല, ഒഴിഞ്ഞു കിടക്കുക. ഇപ്പൊ ഗവൺമെന്റിനെതിരായിട്ട് സമരങ്ങളൊക്കെ നടത്തേണ്ടതാണല്ലോ, അതിന് യൂത്ത് കോൺഗ്രസ് വേണമല്ലോ, അതിനൊരു പ്രസിഡന്റ് വേണ്ടായോ? അതാരുമില്ല. അത് ഈ ചില ഗ്രൂപ്പ് പ്രശ്നങ്ങളിലൊക്കെ ഇങ്ങനെ പെട്ടുകിടക്കുക. ഇതൊക്കെ പെട്ടെന്ന് പരിഹരിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടല്ലോ, ഇതൊക്കെ അവര് ഗുണകരമാക്കി മാറ്റും, അവർക്ക് പ്രയോജനകരമായ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. എന്നാലും അതിനുള്ളിൽ നടക്കുന്ന ചില ചർച്ചകൾ അതൊക്കെ നമുക്കും കിട്ടുന്നുണ്ട്, അതിന്റെ വിശദാംശങ്ങൾ. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ. ചിലര് പറയുന്നത് ഇതൊക്കെ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ കണ്ണുനീരിന്റെ ഫലമാണെന്നാ ഇപ്പോഴീ പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് ചിലർക്ക് അദ്ദേഹത്തെ കുറിച്ച് വിഷമിപ്പിച്ചിട്ടുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. യൂത്ത് കോൺഗ്രസിലൊക്കെ നമ്മളോട് തുറന്ന് സംസാരിക്കുന്ന പിള്ളേരുണ്ടല്ലോ, കോൺഗ്രസിലും ഒക്കെ ഉണ്ടെന്നേ, അവരൊക്കെ പറയുന്നതാ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഒത്തിരി ദുഃഖവും വിഷമവും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. പലരും അദ്ദേഹത്തെ കൈവിട്ടു. ചില പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് അദ്ദേഹം ആഗ്രഹിച്ച ആളുകളെ കൊണ്ടുവരുന്നതിന് തയ്യാറായില്ല, അദ്ദേഹം അങ്ങ് അശക്തനായിപ്പോയി. അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ ഒരു കണ്ണുനീരിന്റെ ഫലമാണിത് എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. സംഗതിയൊക്കെ ശരിയാ, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം എന്തോ ശരി, മനുഷ്യന്റെ വെട്ടത്തോട്ട് ഇറങ്ങി നിൽക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നാശവശമായിരിക്കുക ഞങ്ങളുടെ ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ഒരു കാര്യം. പോരാത്തതിന് ഈ മുട്ടിഞ്ഞ വിലക്കയറ്റു. ഇപ്പതാ പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുക രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട്. ഇത് നമ്മുടെ മുഖ്യൻ വിജയേട്ടനാണ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇത് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം അന്ന് ആ പത്രസമ്മേളനം വിളിച്ചത്. വേറെന്തൊക്കെയോ ഭൂമി പതിവിന്റെ ചില തീരുമാനങ്ങളൊക്കെ പറയാനാണെന്ന മട്ടിൽ. അദ്ദേഹത്തിന്റെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു. ആ മുഖത്ത് എന്തൊരു പുഞ്ചിരിയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ അങ്ങനെ മുഖത്ത് നോക്കി വിജയ എന്നൊക്കെ വിളിച്ചതാ. മോശമായി പോയി, അങ്ങനൊന്നും പറയാൻ പാടില്ലാത്തതാ. നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ, അല്ലെങ്കിൽ തന്നെ ഇവിടെ സീനിയറായ നേതാവല്ലേ, അങ്ങനൊന്നും പറയാൻ പാടില്ലാത്തതാ. പക്ഷെ പറഞ്ഞു. അതിന്റെ ഒരു ചുരുക്ക് മുഖ്യമന്ത്രിയുടെ മനസ്സിൽ കാണുമല്ലോ, സംശയമില്ലല്ലോ. അപ്പൊ മുഖ്യമന്ത്രി എന്താ ചെയ്യുന്നത്? പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ചിരിക്കുക. ഇത് സത്യം പറഞ്ഞാല് ഈ പിന്നാലെ നടന്ന് ശല്യം ചെയ്യല്, സ്റ്റോക്കിങ് മുതലായ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരായിട്ട് പെടുത്തിയിരിക്കുന്നത്. പണ്ടൊക്കെ ഇത് പൂവാല ശല്യം എന്ന് പറയുന്ന വകുപ്പിൽ പെടുന്ന കേസുകളാ. പക്ഷേ ഈ ഡൽഹിയിലെ നിർഭയ കേസുണ്ടല്ലോ, ഒരു പെൺകുട്ടി മരിച്ച ഒരു കേസ്, കൂട്ടബലാത്സംഗത്തിനിരയായിട്ട് മരിച്ച്, അതിനുശേഷം ഈ വകുപ്പുകൾക്ക് കൂടുതൽ പല്ലും നഖവും കിട്ടിയിട്ടുണ്ട്. ആരെങ്കിലും ഇയാൾ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയാൻ തയ്യാറായാൽ ആരെങ്കിലും ഇതിന് മുന്നോട്ട് വരുമോന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും വന്നാല് പയ്യൻ സ്വല്പം ബുദ്ധിമുട്ടും. അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? വെളുക്കാൻ തയ്ച്ചത് പാണ്ടാവും. ഇയാളെ കുറ്റവിമുക്തനായിട്ട് പുറത്തു വരും. കാരണം ഏതെങ്കിലും ഒരു പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ അങ്ങനെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തി, സ്റ്റോക്കിങ് നടത്തി എന്നൊക്കെ പറയണം, മൊഴിയെങ്കിലും കൊടുക്കണം. എങ്കിൽ സംഗതി ബുദ്ധിമുട്ടാകും. അല്ലെങ്കിലോ ഇയാള് കുറ്റവിമുക്തനായിട്ട് പുറത്തേക്ക് വരും. ഇനി അതും കൂടെ കാണേണ്ടി വരുമോ എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആശങ്ക. പക്ഷെ ഇക്കാര്യത്തിൽ കോൺഗ്രസ്സുകാർ സ്കോർ ചെയ്തൊന്ന കാര്യത്തിലേ ഞങ്ങൾക്കും വലിയ സംശയമൊന്നുമില്ല. കാരണം അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായപ്പോൾ തന്നെ തെളിവൊന്നുമില്ല, അല്ലെങ്കിൽ FIR ഇല്ല, കുറ്റപത്രമില്ല, ഇതൊന്നും ഇല്ലാതിരുന്നിട്ട് കൂടി അയാളെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനവും രാജിവെപ്പിച്ചു, പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കി. സാധാരണഗതിയിൽ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുലഭ്യം പറയാൻ വേണ്ടി ഈ ടെലിവിഷൻ ചർച്ചകളിൽ വരുന്ന ആളുകൾ പോലും ഇതൊക്കെ പറയുന്നുണ്ട്. അയക്കെതിരെ കുറ്റപത്രമില്ല, FIR ഇല്ല, പരാതിയില്ല, ആരും നേരിട്ടൊരു പരാതി കൊടുത്തിട്ടില്ല, പിന്നെ എങ്ങനെ ആളുകളെ ശിക്ഷിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ടും പാർട്ടി ഒരു ശക്തമായ നിലപാടെടുത്തു. അതവർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞങ്ങളാണെങ്കിലോ, ഞങ്ങളുടെ എത്ര നേതാക്കന്മാരാണ് ഇതുപോലുള്ള പരാതിയിൽപ്പെട്ടത്? കൃത്യമായ പരാതിക്കാരുണ്ടായിരുന്നു. മുകേഷിന്റെ ഒക്കെ പേര് കേസ് തന്നെയുണ്ട്. പക്ഷെ ഞങ്ങളെന്തോ ചെയ്തത്? ഈ റിച്ചർ സ്കെയിൽ കൊണ്ടുവന്നിട്ട് അതിന്റെ തീവ്രത അളന്നു. അപ്പോ തീവ്രത കുറഞ്ഞ പീഡനമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതൊക്കെ നമുക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. തീവ്രത കൂടിയതാണെങ്കിൽ വിടത്തില്ല. പക്ഷേ
CPM-കാരായ ആരോപണ വിധേയരുടെ പീഡനങ്ങളെ എല്ലാം തീവ്രത കുറഞ്ഞതായിരുന്നു. അതുകൊണ്ടല്ലയോ വെറുതെ വിട്ടത്. അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്തത്? CM-ന്റെ ഓഫീസിൽ, ചില പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അവിടെ ഉയർന്ന തസ്തികയിൽ അവരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇത് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവർക്ക് അനുകൂലമായിട്ട് വരാവുന്ന ചില ഘടകങ്ങളാ. പക്ഷെ ചിലപ്പോൾ വിചാരിക്കും ഇവരെന്തൊരു പൊട്ടത്തരമാണ് കാണിക്കുന്നത്. അവരുടെ ഒരു നേതാവിനെതിരായിട്ട് തെളിവോ കുറ്റപത്രമോ FIR ഒന്നും ഇല്ലാതിരുന്നിട്ടും അയാളെ പാർട്ടിയിൽ നിന്നൊക്കെ പുറത്താക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ ഞങ്ങളെ കണ്ടുപഠിക്കണം. ഞങ്ങൾ അതിനൊക്കെ ഒരു വഴി കണ്ടെത്തും. ഞങ്ങളുടെ പണ്ടൊരു നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അതായത് ഞങ്ങളുടെ പാർട്ടിക്ക് സ്വന്തമായ അന്വേഷണ സംവിധാനമുണ്ട്, പോലീസുണ്ട്, കോടതിയുണ്ട്, ഞങ്ങൾ തീരുമാനിച്ചോളാമെന്ന്. ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെ ആരെയും ബാഹ്യ പോലീസിനോ അല്ലെങ്കിൽ നിയമങ്ങൾക്കൊന്നും വിട്ടുകൊടുക്കത്തില്ല. അത് ഞങ്ങൾ തന്നെ അങ്ങ് തീരുമാനിക്കും. തീവ്രതയുണ്ടോ ഇല്ലയോ, റിച്ചർ സ്കെയിലിൽ എത്ര ഡിഗ്രി വരുന്നു, അതാ ഞങ്ങൾ നോക്കുന്നത്. പക്ഷെ കോൺഗ്രസുകാരെ കൊണ്ട് അതിനൊന്നും കൂടെ രക്കാപ്പില്ല കേട്ടോ. അവരെപ്പോഴും സത്യസന്ധന്മാരാകാൻ നോക്കും. അതാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്.